ഇന്ന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാവുന്ന നല്ല രുചിയുള്ളൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് 1/2 കപ്പ് പത്തിരിപ്പൊടിയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് അളവിൽ ചക്ക വരട്ടിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചക്ക വരട്ടുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്, ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോളൂ. എന്നിട്ട് പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 175 ഗ്രാം ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അലിയിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ചക്ക വരട്ടിയതിലും അത്യാവശ്യം മധുരമുണ്ട്. അതിനുശേഷം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ നാളികേരപ്പാലോ ചേർത്തിട്ട് ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതിൻ്റെ കൂടെ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്തും ചേർത്ത് മിക്സാക്കി എടുത്താൽ പിന്നെ നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു പ്ലേറ്റിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് കനം കുറഞ്ഞ രീതിയിലാണ് ചെയ്യണത്. എന്നിട്ട് ഇഡ്ഡലി ചെമ്പിൽ നല്ലോണം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് അതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ അതുപോലെ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വായിൽ വെച്ച് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ചക്ക കിണ്ണത്തപ്പം റെഡിയായി. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക.